ഞങ്ങള് പരസ്പരമുള്ള കോണ്ടാക്ട് ഡെയിലി ചാറ്റിങ്ങോ അല്ലെങ്കിൽ ഫോൺ വിളിക്കണമെന്നൊന്നുമില്ല. കാരണം ഞാൻ പുറത്താണ്, ഓൻ പുറത്താണ്, ഇവിടെ ഫറൂഖിലാണ്. എല്ലാവരും മൂന്ന് സ്ഥലത്താണ്. പക്ഷെ ഇത് ഡെയിലി മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ ഫോൺ ചെയ്യണം, അതല്ല ഞങ്ങളെ ബന്ധം. കാണുമ്പോൾ ഇല്ല സ്നേഹം, അല്ലെങ്കിൽ ഉള്ളിലെ സ്നേഹം അത് ചെറുപ്പം മുതലുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാൾ കണ്ടില്ലേ, മൂത്തൂര് രണ്ടെണ്ണത്തിന് ഒരു പെണ്ണ്. അപ്പൊ ആ ഒരു പെങ്ങൾ തന്നെയാണ്. ഇമോഷണൽ ആയ പറയുമ്പോൾ बातें कही बह गई सारी रुत में, कोई जाने ना पहचाने ना, कोई जाने ना. വൈക ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നതാണ്. അത് വിവാഹം അതിൻ്റെ അനിവാര്യത ആയതുകൊണ്ട് ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കാനും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യത്തിനും കാരണമാവുന്നതാണ്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് പോകാന്ന് പറയുന്നത് തന്നെ എന്തായാലും അടുത്താണല്ലോ. ചെറിയ കുട്ടികളെ പോലെ ആണ് എന്നത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ചെറിയ മോളാണ്. ഞാൻ ഒരു എല്ലാവരും വളരെ പെരുമാറ്റം ആ രീതിയിലാണ്. പയ്യനെ നമ്മളൊരു മരുമകന്റെ സ്ഥാനത്തല്ല, ഞങ്ങള് ഒരു നാലാമത്തെ അംഗമായിട്ടാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. മകനെ പോലെ ആ രീതിയിൽ തന്നെയാണ് ഇതുവരെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും. ഇൻഷാ അല്ലാഹ് അത് അവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ആനന്ദം നിറഞ്ഞ ആയിത്തീരട്ടെ. ബ്രൈഡൽ ലുക്കിൽ കണ്ടപ്പോഴേ എവിടെ പയ്യൻ ഈ റൂമൊക്കെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പഴയ പയ്യനെ തിരിച്ചു കിട്ടട്ടെ. പയ്യൻ റൂമൊക്കെ തിരിച്ചു വരുന്നു പ്രതീക്ഷ ഉണ്ടോ? എന്ന് പറഞ്ഞ റൂമൊക്കെ ഇങ്ങോട്ട് വരില്ല. राहीन मंजिल तो मांगे नहीं, दो पल का साथ दे दो ये कहा, कोई जाने ना पहचाने ना, कोई जाने ना पहचाने ना, कोई जाने ना पहचाने ना, कोई जाने ना पहचाने ना. നിങ്ങളുടെ നമ്പർ പാർട്ടിമായ എന്നവരെ സ്വർണ്ണങ്ങൾ മാറിന് പകരം നിങ്ങളെനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിന് ഹലാലായ ഇണയാക്കി തന്നതിന് ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. എൻ്റെ ഡാഡി മമ്മി അടിപൊളിയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സുകളാണ്. ഈ ഫ്രണ്ട്സുകൾക്കുള്ള
എല്ലാ ക്വാളിറ്റീൻ്റെ പാരൻസിനുണ്ട്. അതിപ്പോൾ കാക്കുവരാണെങ്കിലും ഒക്കെ സെറ്റാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പോലെ തന്നെയാണ് എല്ലാ വൈബും എൻ്റെ വാപ്പാക്കുണ്ട്. ഞാൻ എൻ്റെ ഒരു ഹസ്ബൻഡ് വേണമെന്ന് പറയുമ്പോഴും ഞാൻ എൻ്റെ വാപ്പാൻ്റെ പോലെ ആളാവണം എന്നുള്ളൂ ഞാൻ പറയല്. ഇമ്മ പറഞ്ഞാൽ ഭയങ്കര കൂളാണ്. ഇന്നെ ഒരിക്കലും ഇങ്ങനെ അത് ചെയ്തൊന്നും പറഞ്ഞില്ല. അമ്മ എൻ്റെ ഇഷ്ടം വാപ്പയാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. കാക്കുകാരൊക്കെ അടിപൊളി. ഓലൊക്കെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ചായിട്ട് എല്ലാവരും അപ്പുറമൊക്കെ ഓല് അബ്രോഡാണ്. ഇപ്പോൾ എല്ലാവരും ഇപ്രാവശ്യമൊക്കെ കൂടിയപ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഓലും എല്ലാവരും ഫാമിലിയൊക്കെ സെറ്റാണ്. നമ്മളെ ഫ്രണ്ട്സിൻ്റെ പോലെയാണ്. വൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ചെറുപ്പം മുതലേ ഒപ്പം വളർന്ന് ഒരേപോലെ ഡ്രസ്സ് ഇട്ട് അങ്ങനെ കഴിഞ്ഞതിരുന്നു ഞങ്ങൾ. നല്ല എന്താ പറയുക, നമുക്ക് പോസിറ്റീവ് എനർജി മാത്രം തരുന്ന നല്ല ക്യൂട്ട് കുട്ടിയാണ് ഞങ്ങളെ. എനിക്കിപ്പോൾ പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ട്. ഇതിലൊന്നും ഒതുങ്ങൂലത്. പണ്ടേ ഒപ്പം എല്ലാത്തിനും ഒരേ ഡ്രസ്സ് എല്ലാം ഒരേപോലെ അങ്ങനെ ഇട്ട് നടന്നതാണ്. പിന്നെ ചീത്ത അറിയാനും എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തരാനും എല്ലാത്തിനും ഓളുണ്ടാവലുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഭയങ്കര മിസ്സിങ് ആയിരിക്കും. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത് താത്തയ്ക്ക് നല്ലോണം അറിയാം. പിന്നെ താത്ത ഞങ്ങളെ മുത്താണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. താത്തിനെ നല്ലോണം മിസ് ചെയ്യും പോയാലും. ഭയങ്കര ഗതിയാടുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ പുറത്തേക്ക് കാട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. बचपन की कहानियाँ रखिया में साम के दिल साजन ने ले जानिया। हो सच हो रही है सुनी बचपन की कहानियाँ रखिया में साम के दिल साजन ने ले जानिया। मेरे कंगने से सजी कलाइया तक तक वो मर जाइया। रचे हैं मेहंदी वाले हाथ आई शागियाना दी रात सजी मेहंदी वाले हाथ मैनू साजन मिले मेहंदी दिया राता मेरे शगना दी बाता मैनू साजन मिले साजन मिले। +1 ടൈമിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആൻഡ് പരിചയപ്പെടുന്നത് എങ്ങനെയാ വെച്ചാൽ എൻ്റെ അടുത്ത് ഇരുന്ന് പയ്യുണ്ടായിരുന്നു.
ഞങ്ങൾ തമ്മിലൊരു കണക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരുന്നു ഞങ്ങൾ. ഇവള് വന്നിരിക്കും, എൻ്റെ അടുത്തുനിന്ന് മാറാൻ ഒരവസരം അവൾ കൊടുക്കാറുണ്ടായിരുന്നില്ല. എന്താ പറയുക, ഇപ്പം ഞാൻ കരഞ്ഞാൽ പോലും എന്നോട് പറയുന്നത്, നീ കരഞ്ഞിട്ട് അത് കണ്ട് ചിരിക്കുന്നതിനേക്കാളും നല്ലത് ഈ കരയാതിരിക്കല്, ഈ ചിരിച്ചിട്ട് എല്ലാവരും സങ്കടപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ എപ്പോഴും ബാക്കിൽ നിന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. സത്യത്തിൽ ഭയങ്കര ത്രില്ലാണ്. കാരണം ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു നമ്മളെ വൺ എമംഗ് us ആർ ഗെറ്റിംഗ് മാരീഡ്. സത്യത്തിൽ ഭയങ്കര ത്രില്ലാണ്. ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. യെസ്, വി ആർ ഗോയിങ് ഫോർ മാരേജ്. के बादल से कजरार काजल से अखियां सावन बरसा, यादों के जंगल से सांसों के संदल से बंजर ये मन महका, माना मन ये गमज़दा है, दिल ना दुखे तो क्या मजा है, गर्जन दे बरसन दे बस दो रूहों की ये बूंदाबांदी. सावन बरसा. सोनी सड़क पर ये सोना सफर लेके आए शहर तेरे हम सारा घर लेके. सोनी सड़क पर ये सोना सफर लेके आए शहर तेरे हम सारा घर लेके. बता तेरा रास्ता किधर देखी, पता तेरा लापता है, बता मेरी क्या खता है. माना मन ये गमज़दा है, दिल ना दुखे तो क्या मजा है, गर्जन दे बरसन दे बस दो रूहों की बूंदाबांदी. पलकों के बादल से कजरार काजल से अखियां सावन बरसा. बादल से कजरार काजल